ടിറ്റ് ഫോർ ടാറ്റ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്, നമുക്കെല്ലാം അറിയാം. അതിൻ്റെ മലയാളം പകരത്തിന് പകരം എന്നാണ്. അപ്പോൾ രാജ്യസഭയിലെ ഒഴിവന്ന സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിൽ നടന്നു. അതിൽ കർണാടകയിൽ BJPക്ക് തിരിച്ചടി കിട്ടി. BJPയുടെ 1-2 MLA-മാർ മാറി, ഒരാൾ മാറി വോട്ട് ചെയ്തു, ഒരാൾ മാറി നിന്നു. അങ്ങനെ BJP കിട്ടേണ്ട ഒരു സീറ്റ് BJPക്ക് നഷ്ടമായി, കോൺഗ്രസിന് നേട്ടമായി. ഇതിന് പകരം എന്ന പോലെ, പകരത്തിന് പകരം പോലെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളുകളെ ആവുന്നുള്ളൂ, അധികാരമായിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ, വടക്കേ ഇന്ത്യയിൽ. അവിടെ ഇപ്പോൾ സംഭവിച്ചെന്താണ്? ഇതേപോലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് അഭിഭാഷകൻ കൂടിയായ അഭിഷേക് സിംഗ് തോറ്റുപോയി. പകരം BJP നിർത്തിയ ആൾ ജയിച്ചു. ജയിക്കാൻ കാര്യം ഒരുപറ്റ MLA-മാർ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയിട്ട് BJP നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ കൂറുമാറണമെങ്കിൽ എത്ര കോടികൾ മറിഞ്ഞു കാണും എന്ന് ഊഹിച്ചാൽ മതി. ഇതാദ്യ സംഭവമല്ല. BJP പല കോൺഗ്രസ് സർക്കാരുകളെയും കോടികൾ ഒഴുക്കി അട്ടിമറിച്ച കഥകളൊക്കെ കഥകളല്ല, സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസ്സിന് ഉണ്ടായ ഒരു ചെറിയ നേട്ടത്തേക്കാൾ 10 മടങ്ങ് പ്രഹരമാണ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഭരണം തന്നെ താഴെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു വലിയ അട്ടിമറി നടക്കുന്നത് എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല? ഹിമാചൽ പ്രദേശ് കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു, നമ്മുടെ 6-7 MLA-മാരെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. CRPF-ഉം ഹരിയാന പോലീസുമായിട്ട് അവിടേക്ക് കൊണ്ടുപോയി, ഹരിയാനയിലേക്ക് കൊണ്ടുപോയി. അത് നടപടികൾ നമ്മൾ വേഗം എടുക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു കാര്യവും നടന്നില്ല. ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് ഇപ്പോൾ എന്ന് മനസ്സിലായില്ലേ? അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. എന്തായാലും അഭിഷേക് സിംഗ് തോറ്റു തുന്നമ്പാടി. ജയിച്ചത് BJPയുടെ ഹർഷ് മഹാജനാണ് ജയിച്ചത്. കോൺഗ്രസിൻ്റെ സിംഗ്വി തോറ്റുപോയി. സിംഗ്വി ചെറിയ പുള്ളിയല്ല, അതുകൊണ്ടാണ് ഇപ്പം എടുത്തു പറയേണ്ടി വരുന്നത്. ആകെ 68 അസംബ്ലി സീറ്റുകളാണ് ഹിമാചൽ പ്രദേശിലുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ആകെ 68 സീറ്റുകളാണ്. ഈ 68 സീറ്റുകളിൽ 40 സീറ്റുകൾ കോൺഗ്രസ്സാണ് ജയിച്ചത്. ആലോചിക്കണം, മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിനുള്ള ഒരു സംസ്ഥാനം. 68-ൽ 40 കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ച 3 സ്വതന്ത്രരും കോൺഗ്രസിനുണ്ട്. ആകെ 43. BJPക്ക് ഇവർ 25 MLA-മാരേ ഉള്ളൂ. അവിടെയാണ് ജയിക്കാവുന്ന ഏക സീറ്റിൽ കോൺഗ്രസിനെ അട്ടിമറിച്ചിട്ട് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. അതും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിനെ. നാണമില്ലേ കോൺഗ്രസ് എന്ന് അല്ല നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഈ കുതിരക്കച്ചവടം തടയാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? ഇത്രയും വലിയ നാണം കെട്ട ഒരു സംഭവം വേറെയുണ്ടോ ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ സംഭവിച്ചത്? 9 പേരെ കൂടെ BJPക്ക് ചാക്കിട്ട് പിടിച്ചാൽ BJPക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് കിട്ടും. അവർ 9 പേരെ ചാക്കിട്ട് പിടിച്ചു. 6 കോൺഗ്രസ് MLA-മാരെയും ജയിച്ചു വന്ന സ്വതന്ത്രരുണ്ടല്ലോ, അവരെയും കാശ് കൊടുത്തായിരിക്കാം. കൊടുത്തതിന് തെളിവ് നമ്മുടെ ഇല്ലല്ലോ, നമുക്ക് ഊഹിക്കാം. എന്തുകൊണ്ട് ഈ MLA-മാർ ക്രോസ് വോട്ട് ചെയ്തു? ഇവരെന്തുകൊണ്ട് BJP ഒരുക്കിയ സുരക്ഷിത സ്ഥലത്തേക്ക് പോലീസിന്റെ സഹായത്തോടെ പോയി? ഇത്രയും കാര്യങ്ങൾ CRPF-ഉം ഹരിയാന പോലീസുമാണ് കളിച്ചത്. അങ്ങനെ അവർ കളിക്കണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ പോലീസ് അങ്ങനെ കളിക്കുമെന്ന് തോന്നുന്നുണ്ട്, അല്ലെ CRPF കളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കൃത്യമായ പൊളിറ്റിക്കൽ മെൻറ്ററിങ് അതിൻ്റെ അകത്തുണ്ട്. BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ട് കളിച്ചിട്ടല്ലേ ഇവരെ അട്ടിമറിച്ചത്. അതിന് എത്ര പണം ഒഴുക്കി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു വിലപിച്ചു, ഞങ്ങളുടെ MLA-മാരെ ഇതാ അടിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ 7 MLA-മാരെ 6 MLA-മാരെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 7 പറഞ്ഞു, പിന്നെ 2 സ്വതന്ത്രരും കൊണ്ട് പോയി. അങ്ങനെ 9 അവര് BJP തികച്ചു. ഇപ്പം ഭരണം പ്രതിസന്ധിയിലായി, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. പ്രതിപക്ഷം BJP ഇപ്പം നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരും, അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. കോൺഗ്രസ് എന്ത് ചെയ്യാൻ പോകുന്നു ഇക്കാര്യത്തിൽ?
നിങ്ങളുടെ കയ്യിൽ എന്ത് കോപ്പുണ്ട്, എന്തായതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ? നിങ്ങൾ എന്താ ഇങ്ങനായി പോയത്? ഈ പാർട്ടി, ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, ഈ മുത്തശ്ശി പാർട്ടി. ഇപ്പൊ കണ്ടില്ലേ ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചത്? ഇത് നിങ്ങൾക്ക് കിട്ടാൻ കാര്യം ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. അയോധ്യയിലെ രാംലല്ല ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന് പോകണമെന്ന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്ത വിദ്വാനാണ് ഇപ്പൊ ഈ കരയുന്ന ഈ സുഖു. നിങ്ങളുടെ പാർട്ടിയുടെ, കോൺഗ്രസിന്റെ പാർട്ടിയുടെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഈ സുഖു ഉണ്ടല്ലോ, ഈ സുഖു അന്ന് അയോധ്യയിൽ പോണം പ്രാണപ്രതിഷ്ഠയെ പിന്തുണച്ച വിദ്വാനാണ് ഇങ്ങനെ. അപ്പൊ ഇയക്കിട്ടുള്ള പണി ഇതല്ലേ BJPക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? എന്നിട്ട് ഇങ്ങനെ നിലപാടെടുത്തൊരു മുഖ്യമന്ത്രിയെ സെൻഷർ ചെയ്യാനോ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കാനോ, നിങ്ങളുടെ ഈ നിലപാട് ശരിയല്ല എന്ന് പറയാനോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പറ്റിയോ? ഹൈക്കമാൻഡിനെ ചരട് വലിക്കുന്ന ഒരു ആളുണ്ടല്ലോ കേരളത്തിൽ നിന്ന്, അറിയാതെ, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹമാണല്ലോ സംഘടനാ സെക്രട്ടറി, ഓർഗനൈസിംഗ് ചുമതലയുള്ള, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഇങ്ങനെ വേണുമൂതി നടന്നാൽ മതിയോ? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നിങ്ങൾ എന്നിട്ട് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ സപ്പോർട്ട് ചെയ്തപ്പോൾ അതിനോട് ശക്തമായ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ പരിപാടി അനുഭവിച്ചത്. കമൽനാഥ് മധ്യപ്രദേശിൽ വീട്ടിൽ രാംലല്ലയുടെ മാതൃക ഉണ്ടാക്കിയിട്ട് അവിടെ പൂജിക്കുന്നത് വാർത്ത വന്നില്ല. ഏത് സമയം അദ്ദേഹം BJPയിലേക്ക് പോകുന്നെന്ന് ഇനിയിപ്പോൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് കമൽനാഥ് കേസ്. സച്ചിൻ പൈലറ്റ് അവിടെ പോണോ ഇവിടെ പോണോ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? നിങ്ങളുടെ മുഖ്യമന്ത്രിമാരെ പോലും നിലയ്ക്ക് നിർത്താൻ പറ്റാത്തൊരു ഹൈക്കമാൻഡ്. ഇനി കർണാടകയിലെ ഉപമുഖ്യമന്ത്രി എന്താണെന്ന് പറഞ്ഞത് DK ശിവകുമാർ പറഞ്ഞത് രാമക്ഷേത്രത്തെ അനുകൂലിച്ച് സംസാരിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഹൈക്കമാൻഡ്. ഒരു ഹൈക്കമാൻഡ് ഉണ്ടോ? ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു ഹൈക്കമാൻഡ് ഉണ്ടോ? ഇങ്ങനെ പാർട്ടിക്ക് ഒരു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ ഈ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ജോഡോ യാത്രയുടെ 2 ആസാമിൽ കൂടെ കറങ്ങുമായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഇങ്ങനെ ക്ഷേത്രങ്ങൾ കയറി നടക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൽ BJP ഗവൺമെന്റ് പറഞ്ഞു ഇവിടുത്തെ ആസാമിലെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അദ്ദേഹം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മൃദു ഹിന്ദുത്വം നിങ്ങളെ എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ കോൺഗ്രസിന്? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹിമാചൽ പ്രദേശ്. പിന്നെ കർണാടകയിൽ ഒരു സീറ്റിൽ അധികം കിട്ടിയെങ്കിലും DK ശിവകുമാർ പോലുള്ള തന്ത്രജ്ഞരെ വരുതി നിർത്തിയില്ലെങ്കിൽ നാളെ കർണാടകയിൽ സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ചെവിയിൽ നുള്ളിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്താ സംഭവിക്കാൻ പോണേന്ന്? ഇത്രയേ ഉള്ളൂ കാര്യം.